ഇപ്പോൾ ദില്ലിയിൽ നിന്ന് സ്വാതി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. പാരീസ് ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ട വിഷയം സഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സന്തോഷ് കുമാർ എം പി നോട്ടീസ് നൽകി. സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം. വിഷയത്തിൽ കേന്ദ്ര കായിക മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. വിവരങ്ങളുമായി സ്വാതി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സ്വാതി, രാജ്യം ഒന്നടങ്കം ഇപ്പോൾ ഈ വിഷയം വലിയ പ്രതിഷേധവുമായി ഉയർത്തുകയാണ്. വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യത അത് സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാണ് ഇപ്പോൾ സന്തോഷ് കുമാർ എം പി രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. തീർച്ചയായും മനു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള പ്രതിഷേധം രാജ്യത്തെമ്പാടും ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. എന്തായാലും ഇന്ന് പാർലമെന്റ് വീണ്ടും ചേരുമ്പോൾ ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് തന്നെ ചർച്ച ചെയ്യപ്പെടണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ രാജ്യസഭയിൽ സന്തോഷ് കുമാർ എം പി ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം പറയുന്നത് ചട്ടം 267 പ്രകാരമാണ് ഇത് രാജ്യസഭയിൽ ഉയർത്തിക്കൊണ്ട് നോട്ടീസ് നൽകിയിട്ടുള്ളത്. വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടായപ്പോൾ പോലും എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും മനു സൂചിപ്പിച്ച പോലെ തന്നെ പാരീസിൽ ഇന്ത്യയുടെ കായിക പ്രേമികൾക്കാകമാനം ഒരു അഭിമാന നേട്ടം കൊണ്ടുവന്നപ്പോൾ ിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് പോലും അല്ലെങ്കിൽ ഒരു അഭിനന്ദനം പോലും നൽകാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഇവരെ അയോഗ്യയാക്കിയതിന് തൊട്ടു പിന്നാലെ വലിയ നിരാശയൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കപട സ്നേഹമൊക്കെ കാണിക്കുന്ന തരത്തിലൊരു പോസ്റ്റ് ഇടുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. അതിനെതിരെയും വലിയ വിമർശനം ഉയരുന്ന സാഹചര്യം തന്നെയാണ്. നമുക്കറിയാം, ഈ ലൈംഗിക അതിക്രമ ആരോപണവുമായി ബന്ധപ്പെട്ട് ഈ ഗുസ്തി താരങ്ങൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമ പരാതിയിൽ ബ്രിജ് ഭൂഷൺ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഒക്കെ തന്നെയും പ്രതിഷേധങ്ങൾക്കൊക്കെ ഭാഗമായി അതിൽ മുന്നണി പോരാളിയായി നിന്ന ഒരു പ്രതിഷേധത്തിൽ എല്ലാ ഘട്ടത്തിലും മുന്നണി പോരാളിയായി നിന്നിട്ടുള്ള ഒരു വനിത കൂടിയാണ്. അത്തരത്തിൽ വലിയ ഒരു അഭിമാന നേട്ടം ഇന്ത്യയിലെ ഒട്ടാകെയുള്ള വനിതകൾക്കടക്കം കായിക പ്രേമികളോടൊപ്പം തന്നെ എല്ലാ വനിതകൾക്കും വലിയ ആത്മവിശ്വാസം പകരുന്നൊരു നേട്ടത്തിലേക്ക് വരുമ്പോഴാണ് ഈ അവസാന നിമിഷത്തിൽ അയോഗ്യയാക്കിയത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങളാണ് രാജ്യത്തെമ്പാടും ഉയരുന്നത്. അതെന്തായാലും ഇന്ന് പാർലമെന്റിലും ഇത് സംബന്ധിച്ച ചർച്ചകളൊക്കെ തന്നെയും ഉണ്ടാകും. ഇത് എന്തായാലും പ്രതിപക്ഷം ഈ വിഷയം എന്തായാലും ചൂണ്ടിക്കാണിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ കായിക മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് മനു സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസം ഇത് ഒളിമ്പിക്സ് ചട്ടങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു അയോഗ്യത വന്നിട്ടുള്ളത് എന്ന കാരണം തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അതിനെതിരെയൊക്കെ വലിയ പ്രതിഷേധമാണ് ഇന്ന് പാർലമെന്റിൽ ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത്. മനു, വിനേഷ് ഫോഗട്ട് വിഷയത്തിൽ പാർലമെന്റും ഇന്ന് പ്രതിഷേധ വേദിയാകും. വിവരങ്ങളാണ് സ്വാതി നൽകിയത്. പ്രതിപക്ഷം സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് രാജ്യസഭയിൽ. ഏതായാലും കേന്ദ്ര കായിക മന്ത്രിയുടെ പ്രസ്താവനയിലൊന്നും ഒരു ആത്മാർത്ഥതയുടെ അംശമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നമുക്കതിന് മറുപടി നൽകേണ്ടി വരും. കേന്ദ്ര സർക്കാരും ഒളിമ്പിക് അസോസിയേഷനും എന്തൊക്കെയോ കാണിച്ച് കൈ കഴുകുന്നു. ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന വലിയ തോന്നലുകൾ നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിലേക്ക് നൽകുന്നതാണ് ഇവരുടെയൊക്കെ ഇടപെടലുകൾ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ. എന്തൊക്കെയോ മറച്ചു വയ്ക്കാൻ വല്ലാതെ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളാണ് സ്വാതി നൽകിയത്.